മുൻ പെൻസിൽവാനിയ സ്റ്റേറ്റ് അസിസ്റ്റന്റ് ഫുട്ബോൾ കോച്ചിനെതിരെയുള്ള ലൈംഗിക പീഡന കേസ് വിചാരണ ചൊവ്വാഴ്ച മുതൽ. ആൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് ഇയാൾക്ക് മേലുള്ള ആരോപണം. 10 ആൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച കുറ്റമാണ് മുൻ ഫുട്ബോൾ കോച്ചായ ജെറി സാൻഡസ്കിനെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. അവശത അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സെക്കൻഡ് മൈൽ എന്ന സ്ഥാപനത്തിലെ കുട്ടികളാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 14 വർഷങ്ങൾക്കിടയിൽ 10 ആൺകുട്ടികളെ 68-കാരനായ സാൻഡസ്കി ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. കുറ്റം ആരോപിക്കപ്പെട്ടതു മുതൽ വീട്ടുതടങ്കലിലായിരുന്നു സാൻഡസ്കി. ഇയാൾക്ക് നേരെയുള്ള ലൈംഗികാരോപണങ്ങളെ തുടർന്ന് ഹെഡ് ഫുട്ബോൾ കോച്ചായിരുന്ന ജോ പാറ്റർനോയ്ക്കും ജോലി നഷ്ടപ്പെട്ടിരുന്നു. മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ശ്വാസകോശ അർബുദത്തെ തുടർന്ന് മരിക്കുകയും ചെയ്തു. സാൻഡസ്കിക്കെതിരായ പരാതി കിട്ടിയിട്ടും അയാൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിനാലായിരുന്നു ജോ പാറ്റർനോയ്ക്ക് ജോലി നഷ്ടപ്പെട്ടത്. സാൻഡസ്കിക്കെതിരായി ആരോപണം ഉന്നയിച്ചവർ തങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി വയ്ക്കണമെന്ന ജഡ്ജിക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ലൈംഗിക പീഡനത്തിന് ഇരയായവരിൽ വിക്ടിം 4 എന്നറിയപ്പെടുന്ന 28 വയസ്സുകാരനെ ആദ്യം വിചാരണ ചെയ്യുമെന്നാണ് അയാളുടെ അഭിഭാഷകനായ ബെൻ അഡ്രോഡി പ്രതീക്ഷിക്കുന്നത്. 2002-ൽ സാൻഡസ്കി ഒരു ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നത് താൻ കണ്ടെന്ന് ഹെഡ് കോച്ചായ പെറ്റർനോയോട് പരാതിപ്പെട്ട മൈക്ക് മെക്വേറിയാണ് സാൻഡസ്കിക്കെതിരെയുള്ള പ്രധാന സാക്ഷി. ലൈംഗിക പീഡനങ്ങളിൽ ഒന്ന് ആരോപിക്കപ്പെട്ടതിനേക്കാൾ 1 വർഷം മുമ്പാണ് നടന്നതെന്ന് പ്രോസിക്യൂട്ടർമാർ അറിയിച്ചു. അതിനാൽ സാൻഡസ്കിക്കെതിരെയുള്ള ഒരു കേസ് പിൻവലിക്കാനാണ് സാധ്യതയെന്നും അവർ അറിയിച്ചു. ഒരു കുട്ടിയെ സാൻഡസ്കി പീഡിപ്പിച്ചത് അറിയാമായിരുന്നിട്ടും റിപ്പോർട്ട് ചെയ്യാതിരുന്നതിന് പെൻസിൽവാനിയ സ്റ്റേറ്റ് മുൻ അത്ലറ്റിക് ഡയറക്ടറായിരുന്ന ടിം കർലിക്കും മുൻ യൂണിവേഴ്സിറ്റി വൈസ് പ്രസിഡന്റ് ഗാരി ഷെൽഡനുമെതിരായ കേസും നിലവിലുണ്ട്. കാര്യം വ്യക്തമായി അറിയാതെയാണ് പ്രോസിക്യൂട്ടർമാർ അവരുടെ മേൽ കുറ്റം ആരോപിച്ചിരിക്കുന്നതെന്നാണ് അവരുടെ അഭിഭാഷകരുടെ വാദം. താൻ ആൺകുട്ടികളിൽ ആകൃഷ്ടനല്ലായിരുന്നുവെന്നും ചെറുപ്പക്കാർക്കൊപ്പം സമയം ചെലവഴിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് കുറ്റാരോപിതനായ സാൻഡസ്കിയുടെ വാദം. എന്തായാലും ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഈ ലൈംഗിക പീഡന കേസിന്റെ വിചാരണ വളരെ ശ്രദ്ധാപൂർവം അമേരിക്ക വീക്ഷിക്കുമെന്നാണ് കരുതുന്നത്. മിസ് റോഡ് ഐലൻഡ് മിസ് അമേരിക്കയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒളീവിയ കെൽപ്പോയാണ് പുതിയ മിസ് അമേരിക്ക. ഞായറാഴ്ച രാത്രി നടന്ന മത്സരത്തിലാണ് മിസ് റോഡ് ഐലൻഡായ ഒളീവിയ കെൽപ്പോ മിസ് അമേരിക്കയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ലാസ് വേഗാസിൽ നടന്ന സൗന്ദര്യ മത്സരത്തിൽ 50 പേരെ പിന്നിലാക്കിയാണ് ഒളീവിയ കെൽപ്പോ കിരീട ജേതാവായത്. Miss USA 2012, Rhode Island! Olivia Culpo, which means the first runner-up is Maryland. Nana Merriweather. 20 വയസ്സുകാരിയായ കാൽപ്പോ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയാണ്. 13 വർഷമായി വാദ്യോപകരണങ്ങൾ വായിക്കുന്ന കാൽപ്പോ ന്യൂയോർക്കിൽ നിരവധി സംഗീത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുമുണ്ട്. സൗന്ദര്യ മത്സരത്തിൽ 2ാം സ്ഥാനക്കാരിയായത് മിസ് മെർലാൻഡ് ആയ നാന മെരിവെതറാണ്. സൗന്ദര്യ മത്സര ചരിത്രത്തിൽ ആദ്യമായി കാണികൾക്ക് ട്വിറ്റർ വഴി മത്സരാർത്ഥികളോട് ചോദ്യം ചോദിക്കാനുള്ള അവസരം സംഘാടകർ ഒരുക്കിയിരുന്നു. മത്സരം തത്സമയം പ്ലാനറ്റ് ഹോളിവുഡ് റിസോർട്ടിൽ നിന്നും ലാസ് വെഗാസ് കാസിനോയിൽ നിന്നും സംപ്രേഷണം ചെയ്തിരുന്നു. സ്വിംസ്യൂട്ട് റൗണ്ട്, ഈവനിംഗ് ഗൗൺ റൗണ്ട്, ഇന്റർവ്യൂ എന്നിവയിലൂടെയാണ് മിസ് അമേരിക്ക കിരീടാവകാശിയെ തിരഞ്ഞെടുത്തത്. 2011-ലെ മിസ് അമേരിക്കയായ അലിസ കാമ്പനല്ലെ വിജയിയെ കിരീടമണിയിച്ചു. ടോക്ക് ഷോ അവതരിപ്പിക്കുന്ന ഷെഫ് കാറ്റ് കോറ, സെലിബ്രിറ്റി അപ്രന്റീസ് വിജയിയായ അർസെനിയോ ഹോൾ, സംഗീതജ്ഞനായ ജോ ജോനാസ്, അഭിനേത്രി മരിലു ഹെന്നർ എന്നിവരടങ്ങിയ പാനലാണ് വിജയിയെ തിരഞ്ഞെടുത്തത്. കനേഡിയൻ വിദ്യാർത്ഥിയെ കൊന്ന ശരീരഭാഗങ്ങൾ പ്രധാനമന്ത്രിക്ക് അയച്ച നീലചിത്ര അഭിനേതാവ് ജർമ്മനിയിൽ അറസ്റ്റിലായി. വാക്വം കിറ്റൻ കില്ലർ എന്നറിയപ്പെട്ടിരുന്ന മാഗ്നോട്ടയാണ് ബെർലിനിൽ പോലീസ് പിടിയിലാവുന്നത്. ലൂക്ക റോക്കോ മാഗ്നോട്ട എന്ന 29-കാരനാണ് കാനഡയിൽ നടത്തിയ കൊലപാതകത്തെ തുടർന്ന് ജർമ്മനിയിൽ അറസ്റ്റിലാവുന്നത്. കോൺകോഡിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായ ജൂൻ ലീൻ എന്ന 33-കാരനെയാണ് മാഗ്നോട്ട വകവരുത്തിയത്. കൊലപാതകത്തിന് ശേഷം ജുൻലിന്റെ കാൽപാദം കനേഡിയൻ പ്രധാനമന്ത്രിയായ സ്റ്റീഫൻ ഹാർപ്പറിന് അദ്ദേഹത്തിന്റെ പാർട്ടി ആസ്ഥാനത്ത് അയച്ചുകൊടുത്തതോടെയാണ് കൊലപാതകത്തെക്കുറിച്ച് ലോകം അറിയുന്നത്. കൊലപാതകത്തിനിരയായ ജുൻലിന്റെ കൈ മൈനോറിറ്റി ലിബറൽ പാർട്ടിക്ക് അയച്ചത്
പോസ്റ്റ് ഓഫീസിൽ നിന്നും പോലീസ് പിന്നീട് കണ്ടെടുത്തു. ബെർലിനിലെ ഒരു ഇന്റർനെറ്റ് കഫേയിൽ നിന്നാണ് മാഗ്നോട്ടയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. മാഗ്നോട്ടയെക്കുറിച്ചുള്ള വിവരങ്ങളുള്ള വെബ്സൈറ്റ് സന്ദർശിച്ചയാളെ സംശയിച്ച ഇന്റർനെറ്റ് കഫേ ഉടമസ്ഥൻ വിവരം നൽകിയതിനെ തുടർന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. താനാണ് കൊലപാതകിയായ മാഗ്നോട്ടയെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇയാളുടെ വിരലടയാള റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് പോലീസ്. മാഗ്നോട്ട കൊലപാതകം മെയ് 24-നോ 25-നോ നടത്തി കൊലപാതക ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്ത ശേഷം 26-ന് യൂറോപ്പിലേക്ക് കടന്നതാകാമെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. കനേഡിയൻ പ്രധാനമന്ത്രിക്ക് ശരീരഭാഗം പോസ്റ്റിലൂടെ ലഭിച്ചയുടനെ അധികൃതർ പാക്കേജിലെ അഡ്രസ്സു പ്രകാരം മാഗ്നോട്ടയുടെ മോൺട്രിയയിലെ അപ്പാർട്ട്മെന്റിലെത്തിയിരുന്നു. അവിടെ അവർ കൊല ചെയ്യപ്പെട്ടയാളുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. കാനഡയിൽ നിന്നും പാരീസിലേക്ക് കടന്നതായുള്ള വിവരങ്ങളെ തുടർന്ന് പോലീസ് മാഗ്നോട്ടയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഫ്രാൻസിൽ വ്യാപിപ്പിക്കുകയും ഇന്റർപോളിന്റെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് മാഗ്നോട്ടയുടെ കുപ്രസിദ്ധി ലോകം മുഴുവൻ വ്യാപിച്ചത്. ഒരു ഗ്രാഫിക് വെബ്സൈറ്റിലൂടെ താനൊരു സ്വവർഗ അനുരാഗിയായ നീലചിത്ര അഭിനേതാവെന്നാണ് മാഗ്നോട്ട സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. തന്റെ വിവിധ തരത്തിലുള്ള ഫോട്ടോകളും മാഗ്നോട്ട ഈ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. മൃഗസ്നേഹികൾക്കിടയിൽ ഏറെ കുപ്രസിദ്ധനായിരുന്നു മാഗ്നോട്ട. അനേകം പൂച്ചക്കുട്ടികളെ കൊല്ലുകയും പൂച്ചയുടെ അവശിഷ്ടങ്ങൾ ലൈംഗിക നിർവൃതിക്കായി ഉപയോഗിച്ചതുമാണ് ഇയാളെ മൃഗസ്നേഹികളുടെ ശത്രുവാക്കിയത്. വാക്വം കിറ്റൻ കില്ലർ എന്നാണ് മൃഗസ്നേഹികൾ ഇയാളെ വിളിച്ചിരുന്നത്. മറ്റൊരു കുപ്രസിദ്ധ കൊലയാളിയായ കാർല ഹൊമോൾക്കയുമായി മാഗ്നോട്ട ഡേറ്റിംഗിൽ ഏർപ്പെട്ടിരുന്നതായി കനേഡിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തന്റെ സഹോദരി അടക്കം 3 പെൺകുട്ടികളെ ബലാത്സംഗത്തിനിരയാക്കി കൊന്നതിനെ തുടർന്ന് 12 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചവളാണ് കാർല ഹൊമോൾക്ക. ഏതായാലും ഇതുപോലെ ഒരു കൊടും കുറ്റവാളിയെ പിടിക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് പോലീസ് ഇപ്പോൾ. ഇനി ഒരിടവേള. അമേരിക്കയിലെ ഏറ്റവും പ്രചാരമുള്ള മലയാള പ്രസിദ്ധീകരണം മലയാളി സംഗമം 10ാം വാർഷികത്തോടനുബന്ധിച്ച് 3ാമത് എഡിഷൻ ടൊറന്റോയിൽ നിന്നും. മലയാളി സംഗമം ഷിക്കാഗോ, ന്യൂയോർക്ക്, ടൊറന്റോ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഇനി മലയാളി കമ്മ്യൂണിറ്റി വാർത്തകൾ. ഇന്ത്യൻ നാഷണൽ ഓവർസീസ് കോൺഗ്രസിന്റെ ന്യൂയോർക്ക് സ്റ്റേറ്റ് ചാപ്റ്റർ കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗം കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ ഓവർസീസ് കോൺഗ്രസ് കേരളയുടെ അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിലെ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ന്യൂയോർക്ക് ചാപ്റ്ററിന്റെ ഉദ്ഘാടനം നടന്നത്.
കേരളത്തിൽ നിന്നുള്ള MP കൊടിക്കുന്നിൽ സുരേഷ് ആയിരുന്നു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. Dr. Varghese Abraham, just now appointed as him President of New York chapter. As he said here, he belongs to my constituency and also my district. I am very grateful to him. Appointed as President of INOC New York chapter. INOC USA നാഷണൽ പ്രസിഡന്റ് ജോർജ് അബ്രഹാം, കേരള ചാപ്റ്റർ USA പ്രസിഡന്റ് കളത്തിൽ വർഗീസ്, ന്യൂയോർക്ക് ചാപ്റ്റർ പ്രസിഡന്റായ റവറൻ ഡോക്ടർ വർഗീസ് അബ്രഹാം, ജോസ് ചുമ്മാർ, ചാക്കോ സ്റ്റാൻലി, ജോയി ഇട്ടൻ തുടങ്ങി നിരവധി നേതാക്കൾ ചടങ്ങിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നൈജീരിയൻ വിമാനാപകടം, 163 പേർ കൊല്ലപ്പെട്ടു. മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യത. എലിസബത്ത് രാജ്ഞിയുടെ ഭരണത്തിന് 60 വയസ്സ്. ജലഘോഷയാത്ര വിസ്മയമായി. ചൈനയിൽ വീണ്ടും പോലീസ് നടപടി. ടിയാൻമെൻ വാർഷികാചരണങ്ങൾക്ക് വിലക്ക്. ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം news@mcntelevision.com. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി.